അടുത്തത് നമുക്ക് വി ബോഡ് മാസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നോക്കാം. സിംപ്ലിഫിക്കേഷൻ വരുന്നതാണ്. ഈ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാം കൂടി ചേർന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സിംപ്ലിഫിക്കേഷൻസിൽ. അപ്ലൈ ചെയ്യുന്ന വി ബോഡ് മാസ് ആണ്. എന്താണ് വി ബോഡ് മാസ് നമുക്ക് നോക്കാം. ബോഡ് മാസ് എല്ലാവരും കേട്ട് കാണും, കുറച്ച് പേര് വി ബോഡ് മാസ് എന്നും കേട്ടണം അല്ലേ. അപ്പം എന്താണ് ഈ ഓരോ അക്ഷരങ്ങളും നമുക്ക് നോക്കാം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനിക്കുലം എന്ന് പറയും, അതായത് ബാർ എന്ന് പറയും. ബാർ അതായത് ഇങ്ങനൊരു വര, ഇങ്ങനൊരു വര കണ്ടാൽ അത് വെനിക്കുലമാവും. ഉദാഹരണം 4x4 ഇതിൻ്റെ മുകളിൽ ബാറുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് എന്ത് സംഖ്യകളുണ്ടെങ്കിലും ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഈ സംഖ്യകളുടെ ആയിരിക്കും ചെയ്യുന്നത്. സോ വി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബാറ് കണ്ടാൽ അത് വി ബോഡ് മാസിൽ വി ആണ് വരാൻ പോകുന്നത്. നമുക്ക് ഇതാണ് ആദ്യമേ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഓർഡർ ഓഫ് ഓപ്പറേഷൻസ്. നമുക്ക് ഒത്തിരി സംഖ്യകളിൽ പ്ലസും മൈനസും മൾട്ടിപ്ലിക്കേഷനും ബാറും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ബാറായിരിക്കും. ബാറിൻ്റെ അവിടെയുള്ള ഓപ്പറേഷൻ എന്താണ് അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അടുത്തത് ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ബ്രാക്കറ്റ്സ് 3 തരത്തിലുണ്ട്. അതിലേറ്റവും ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ ഈ ബ്രാക്കറ്റിലായിരിക്കും. ഇങ്ങനൊരു ബ്രാക്കറ്റ് കണ്ടാൽ അതായിരിക്കും ഏറ്റവും ആദ്യം ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബ്രാക്കറ്റാണ്. മൂന്നാമത് ചെയ്യാൻ പോകുന്നത് ഈ ബ്രാക്കറ്റാണ്. സോ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമുക്ക് ഈ 3 ബ്രാക്കറ്റ്സും ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ബ്രാക്കറ്റ് ആയിരിക്കും. രണ്ടാമത് ഇത്, മൂന്നാമത്തെ ഈ ബ്രാക്കറ്റ്. അടുത്തത് ഒ ആണ്. ഒ എന്ന് പറഞ്ഞാൽ ഓഫ് എന്ന് പറയും. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻടു ഓഫ് എന്നും പറയും, ഇല്ലെങ്കിൽ ഓപ്പറേഷൻസ് എന്നും പറയും. ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്വയറോ ക്യൂബ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ, എക്സ്പൊണൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ഈ ഓഫ്, അതായത് ഈ ഒ കാണിക്കുന്ന ആ ഓപ്പറേഷനാണ്. ഇപ്പോൾ ഒരു എക്സ്പൊണൻറ്റ് ഉണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പൊണൻറ്റ് ആയിരിക്കും, എന്നിട്ട് ബാക്കിയൊക്കെ നോക്കുള്ളൂ. ഏത് ഈ വിയും ബിയും കഴിഞ്ഞിട്ട്. അടുത്തത് ഡി എല്ലാവർക്കും അറിയാൻ പറ്റും, ഡിവിഷനാണ്, ഹരണം. ഡി ഡിവിഷനാണ്. ഇപ്പോൾ വിയും ബിയും ഓയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത ഡിവിഷനിലേക്കാണ് പോവുക. അത് കഴിഞ്ഞ് എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. എം മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ എയും എസും എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും. എ അഡീഷനാണ്, കൂട്ടുക. എ എന്ന് വെച്ചാൽ അഡീഷനാണ്, പ്ലസ് ചെയ്യുന്നത്. എസ് അപ്പം എന്തായിരിക്കും? സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷനാണ് എസ് എന്ന് പറയുന്നത്, മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കണക്കിൽ നമ്മുടെ ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് ഒരു കണക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന റൂൾ അനുസരിച്ചായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. സംഖ്യകളെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പം ഈ റൂളായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യമേ ബാർ ഉണ്ടോ എന്ന് നോക്കും, ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യും. അതിനുശേഷം ബ്രാക്കറ്റ്സ് നോക്കും, ബ്രാക്കറ്റ് ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പോകുന്നത്. അതിനുശേഷം ഓഫ്. ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു ആണ് നമ്മൾ ചെയ്യുന്നത്. ഓഫ് എന്ന് കണ്ടാൽ ഇൻറ്റു എന്നിട്ടേക്കണം. അല്ലെങ്കിൽ എക്സ്പൊണൻസ് വന്നാലും നമ്മൾ ഈ ഓഫ് ഇൻറ്റു ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഡിവിഷൻ, ഹരണം. ഡിവിഷൻ എന്ന് വെച്ചാൽ ഹരണമാണ്. എം മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ നമ്മൾ ഗുണിക്കും. ഗുണനം കഴിഞ്ഞിട്ട് വേണം നമ്മൾ കൂട്ടാനും പിന്നെ കുറയ്ക്കാനും. സോ വി ബോഡ് മാസ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരുവിധം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളും ആണ്. മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ജസ്റ്റ് ഇത് മനസ്സിലുണ്ടായാൽ മാത്രം മതി. വി ബോഡ് മാസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 154 ഡിവൈഡ് ബൈ 30 മൈനസ് 33 മൈനസ് 25 മൈനസ് 176 ഡിവൈഡ് ബൈ 4 × 4. ഇനി നമുക്ക് വി ബോഡ് മാസ് വെച്ച് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഏറ്റവും ആദ്യം വി എന്ന് പറഞ്ഞാൽ ബാറാന്ന് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കൊരു ബാറുണ്ട് അല്ലേ, ഇവിടെ 4 × 4 ബാറുണ്ട്. സോ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും. നമ്മൾ ഈ 4 × 4 ബാർ ചെയ്യും. സോ ബാർ കിടക്കുന്ന എടുക്കുമ്പോൾ 4 × 4 മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ബാറിനകത്ത് എന്താണോ വരുന്നത് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 4 × 4 ഇവിടെ 16 വരും. സോ ഇവിടെ നമുക്കിപ്പോൾ ഇത് നമുക്ക് 16 ആയിട്ട് മാറുന്നുണ്ടാവും. 4 × 4 എന്നുള്ളത് 16 ആയി മാറുന്നുണ്ടാവും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ബാക്കിയുള്ളത് 154 ഡിവൈഡഡ് ബൈ 30 മൈനസ് 33 മൈനസ് 25 മൈനസ് 176 ഡിവൈഡഡ് ബൈ 16 എന്നായി.
ആ ബാറിൻ്റെ സോൾവ് ചെയ്തപ്പോൾ ഈ 16 മാറി, ഇത് ഇങ്ങോട്ടെത്തി. ഇനി ചെയ്യേണ്ട ഏതാ? ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷനും മൈനസും ഒക്കെ ഉണ്ട്, ബ്രാക്കറ്റ്സ് ഉണ്ട് അല്ലേ? ബ്രാക്കറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള ബ്രാക്കറ്റ് ഉണ്ട്. ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ബ്രാക്കറ്റാണ്, ഏറ്റവും ആദ്യം ഈ ബ്രാക്കറ്റാണ്. അപ്പോൾ ആ ബ്രാക്കറ്റിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് 25 ഉണ്ട് -176 ഡിവൈഡ് ബൈ 16. ഇവിടെ ആദ്യം ചെയ്യുന്ന ഏതായിരിക്കും? വി ബോർഡ് മാസ്. അപ്പോൾ വി കഴിഞ്ഞു, ഇപ്പോൾ ബ്രാക്കറ്റ് എടുക്കുന്ന ബ്രാക്കറ്റിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഓഫ് ഉണ്ട്, ഓഫ് ഇല്ല, ഡിവിഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ വീണ്ടും അടുത്ത് ചെയ്യാൻ പോകുന്ന ഡിവിഷനാണ്. ഈ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഇങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്, ബ്രാക്കറ്റിനകത്ത് നമ്മൾ ബോർഡ് മാസിൻ്റെ സാധനം അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഡിവിഷൻ 176 ഡിവൈഡ് ബൈ 16 ഇത് നമ്മൾ സോൾവ് ചെയ്യും. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടാൻ പോകുന്നത് 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു വട്ടം പോവും, ബാലൻസ് 1 ഉണ്ട്, 16 11 കിട്ടും. 176 ഡിവൈഡ് ബൈ 16 11 കിട്ടും. സോ ഈ ക്വസ്റ്റിനെ വീണ്ടും റീറൈറ്റ് ചെയ്താൽ 154 ഡിവൈഡ് ബൈ 30 മൈനസ് 33 മൈനസ് 25 മൈനസ് 11 9. 25 മൈനസ് 11 ആയി. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. 25 മൈനസ് 11 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ടാവും? നമുക്ക് കിട്ടാൻ പോകുന്നത് 14 ആണ്. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് 14 വരും, ഇവിടെ നമുക്ക് 14 വരും. സോ ഈ ക്വസ്റ്റ്യൻ വീണ്ടും റീറൈറ്റ് ചെയ്താൽ 154 ഡിവൈഡഡ് ബൈ 30 മൈനസ് 33. ഈ ബ്രാക്കറ്റാണ് നമ്മൾ ചെയ്തതല്ലേ? അപ്പോൾ ബ്രാക്കറ്റിന് കാണേണ്ട ആവശ്യമില്ല, 33 മൈനസ് 14 എന്ന് വരും. 33 മൈനസ് 14 എന്ന് വരുന്നുണ്ടാവും. ഇനി ഏതാ ചെയ്യേണ്ടത്? ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രാക്കറ്റാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ബ്രാക്കറ്റിൻ്റെ ഓർഡർ ഇങ്ങനെയായിരുന്നു, ഫസ്റ്റ് ഇങ്ങനത്തെ ബ്രാക്കറ്റ്, അതിനുശേഷം ഇത് ഏറ്റവും ലാസ്റ്റാണ് ഈ ബ്രാക്കറ്റ് വരിക. 33 മൈനസ് 14 ചെയ്താൽ നമുക്ക് ഇവിടെ 19 കിട്ടും, 19 കിട്ടും. അപ്പോൾ ഇതിപ്പോൾ 154 ഡിവൈഡഡ് ബൈ 30 മൈനസ് 19. ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, 30 മൈനസ് 19. ഇനി ഈ ബ്രാക്കറ്റ് ആദ്യം ചെയ്യേണ്ടത് 30 മൈനസ് 19 ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇവിടെ നമ്മൾ വീണ്ടും ബോർഡ് മാസ് അപ്ലൈ ചെയ്യുന്നത്, ബ്രാക്കറ്റിനകത്ത് വീണ്ടും ബോർഡ് മാസ് ചെയ്യും. അപ്പോൾ 30 മൈനസ് 19 ചെയ്താൽ നമുക്ക് 11 കിട്ടും. അപ്പോൾ 154 ഡിവൈഡ് ബൈ 11 എന്നായി. ഈ ബ്രാക്കറ്റിന് കാണണ്ട, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റ് നമുക്ക് വേണ്ട. 154 ഡിവൈഡ് ബൈ 11 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. ഒരു വട്ടം പോവും, ബാലൻസ് 4 ഉണ്ട്, സോ 14 കിട്ടും. ആൻസർ വരാൻ പോകുന്നത് 14 ആണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് ഫൈനലി 14 എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് എന്ന് എഴുതി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിനി ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും ഒന്നുകൂടി എഴുതാം. 154 ഡിവൈഡഡ് ബൈ 30 മൈനസ് 33 മൈനസ് 25 മൈനസ് 176 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 4. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ആദ്യമേ നമ്മൾ ഇവരെ സോൾവ് ചെയ്തു. ഇവിടെ നമുക്ക് 16 വന്നു. ഇനി 176 ഡിവൈഡ് ബൈ 16 അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 11 വരും. ഇനി 25 മൈനസ് 11 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 14 വരും. 33 മൈനസ് 14 ചെയ്താൽ നമുക്ക് 19 വരും. ഇപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഫുൾ കഴിഞ്ഞാൽ 19 കിട്ടി. ഇനിയിപ്പോൾ 30 മൈനസ് 19 11 കിട്ടും. സോ 154 ഡിവൈഡ് ബൈ 11 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്ന 14. സോ ആൻസർ 14 കിട്ടും. സോ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോ സ്റ്റെപ്സ് ആയിട്ട് എഴുതി കാണിച്ച് ഏത് ആദ്യം ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ. എപ്പോഴും വി ബോർഡ് മാസ് അതിന് ബാർ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ ആ ബാറിൽ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ അങ്ങ് ചെയ്താൽ മതി. അതിനുശേഷം ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുന്നു, ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുമ്പോൾ ഏതൊക്കെ ബ്രാക്കറ്റ് ഉണ്ടോന്ന് അതിന് കണ്ടെത്തണം. അതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനത്തെ ബ്രാക്കറ്റ് മനസ്സിലാക്കണം. സോ ആ ബ്രാക്കറ്റിനകത്ത് ഇതുപോലെ ഒത്തിരി സംഖ്യകളുണ്ടെങ്കിൽ, ആ ബ്രാക്കറ്റിൽ ഇപ്പോൾ ഒത്തിരി സംഖ്യകളുണ്ട്, ഒത്തിരി ഓപ്പറേഷൻസ് ഉണ്ട്, അവിടെയും നമ്മൾ ബോർഡ് മാസ് അപ്ലൈ ചെയ്യണം. അതായത് വീണ്ടും ബാറുണ്ടോ നോക്കണം, ബാറില്ല, ബ്രാക്കറ്റ് ഓൾറെഡി നമ്മൾ എടുത്തു, ഓഫ് ഉണ്ടോ നോക്കണം, ഓഫ് ഇല്ല. അടുത്തത് ഡിവിഷൻ ഉണ്ടോ നോക്കണം, ഡിവിഷൻ ഉണ്ട്, അപ്പോൾ ആദ്യമേ ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്തതിന് ശേഷം വേണം പിന്നെ ബാക്കി അടുത്ത ഓപ്പറേഷൻ ചെയ്യാൻ. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ നോക്കും, മൾട്ടിപ്ലിക്കേഷൻ ഇല്ല, അഡീഷൻ ഇല്ല, അടുത്ത സബ്ട്രാക്ഷൻ ഉള്ള, ആ സബ്ട്രാക്ഷൻ ചെയ്തു. അപ്പോൾ ഈ ബ്രാക്കറ്റ് അങ്ങ് തീർന്നു. ഈ ബ്രാക്കറ്റ് തീർന്നപ്പോൾ ബാക്കി നമുക്ക് 33 മൈനസ് 14 വന്നു. വീണ്ടും ഈ ബ്രാക്കറ്റാണ് അവിടെ മൈനസ് ചെയ്തു, 19 കിട്ടി. അപ്പോൾ ഈ ബ്രാക്കറ്റ് പോയി 30 മൈനസ് 19 ചെയ്താൽ 11 കിട്ടും, 154 ബൈ 11 ചെയ്താൽ 14 കിട്ടും. സോ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചിരിക്കുന്നു. ബട്ട് ആക്ച്വലി നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിടുന്നിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ബട്ട് ഈ കൺസെപ്റ്റ് ഓർത്താൽ മതി. വി ബോർഡ് മാസ് എന്ന കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. വി ബോർഡ് മാസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 144 ഡിവൈഡ് ബൈ 6 സ്ക്വയർ പ്ലസ് 2 മൈനസ് 4 ഇൻറ്റു 4. ഇവിടെ 2 മൈനസ് 4ൻ്റെ മുകളിൽ ബാറുണ്ട്,
പിന്നെ 6² ഉണ്ട്, ഡിവൈഡും പ്ലസും ഇൻറ്റു എല്ലാം ഉണ്ട്. അപ്പോൾ വി ബോർഡ് മാസ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് ഏതാ? വി എന്ന് വെച്ചാൽ ബാർ ആണല്ലേ, അതായത് 2 - 4 ആദ്യമേ ചെയ്യണം. ഈ ബാർ കിടക്കുന്നത് ഇതിനകത്ത് ഈ സംഖ്യകളിലാണ്. അപ്പോൾ ഈ സംഖ്യകൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ഓപ്പറേഷൻ ആദ്യമേ ചെയ്യണം. 2 - 4 2 4 കുറച്ചാൽ ഇൻഡിജർ ഡിവിഷനാണ്, ഇൻഡിജർ സബ്ട്രാക്ഷനാണ്. 2 - 4 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? നമുക്ക് -2 വരും, ശരിയല്ലേ? ഇതിൻ്റെ ആൻസർ നമുക്ക് -2 വരും. 2 4 കുറച്ചാൽ, രണ്ടും വ്യത്യസ്ത ചിഹ്നം എന്ന് വേണമെങ്കിൽ കാണാം. തമ്മിൽ കുറയ്ക്കുന്നു, വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുന്നു. തമ്മിൽ കുറയ്ക്കുന്നു, വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുന്നു, -2. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 144 ഡിവൈഡഡ് ബൈ 6² -2 × 4. പ്ലസ് മൈനസ് ഇട്ടോ കുഴപ്പമില്ല. ഈ പ്ലസ് ഉണ്ട്, ഇതിന് മൈനസ് ഉണ്ട്, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ആകുന്നുണ്ടോ, അതുകൊണ്ട് നമുക്ക് മൈനസ് എന്ന് കണ്ടാൽ മതി, ശരിയല്ലേ? പ്ലസും മൈനസും കൂടി ഒരുമിച്ച് വന്നാൽ ഇൻഡിജേഴ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്, പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ആകുന്നുണ്ടാവും. സോ 144 ഡിവൈഡ് ബൈ 6² -2 × 4. ഇനി ചെയ്യാൻ പോകുന്നത് ഏത് നോക്കണം. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഓഫ് പറഞ്ഞു. ഓഫ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് ഒന്നും ഉണ്ടെന്ന് പറഞ്ഞു. അതായത് 6² ആദ്യമേ ചെയ്യും. 6ൻ്റെ സ്ക്വയർ കണ്ടെത്തണം. 6ൻ്റെ സ്ക്വയർ 36. അപ്പോൾ ഇത് 144 ഡിവൈഡഡ് ബൈ 36 -2 × 4. ഇനി ഡിവൈഡ് ചെയ്യും. 144 ബൈ 36 ചെയ്താൽ നമുക്ക് 4 കിട്ടുന്നുണ്ടാവും, 4. 4 - 2 × 4. ഇനി ചെയ്യാൻ പോകുന്നത് ഏതാ? ഇതാ ഈ മൾട്ടിപ്ലിക്കേഷൻ. 2 × 4 ചെയ്താൽ 8, -2 × 4 ചെയ്താൽ -8. അപ്പോൾ 4 - 8, 4 - 8. വീണ്ടും ഇവിടെ പ്ലസ് ചിഹ്നമാണ്, ചിഹ്നമൊന്നുമില്ല, എൻ്റെ അർത്ഥം പ്ലസ് ഉണ്ടെന്ന് അർത്ഥം. 4 - 8 ചെയ്യുമ്പോഴത്തേക്ക് തമ്മിൽ കുറയ്ക്കുന്നു, കുറച്ചാൽ 4 കിട്ടും, വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുന്നു, -4. സോ ആൻസർ -4 ആണ്. ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും ആദ്യമേ നമ്മൾ ബാർ ചെയ്തു, 2 - 4 -2 കിട്ടി. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 6² ഉണ്ട്, എക്സ്പോണൻ്റ് ആണ്. എക്സ്പോണൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യണം. അപ്പോൾ 36 എന്നാവും. 144 ബൈ 36 ചെയ്താൽ നമുക്ക് 4 കിട്ടും. സോ 4 - 2 × 4 എന്നായി. -2 × 4 -8. 4 - 8 = -4. സോ ആൻസർ നമുക്ക് -4 എന്ന് കിട്ടുന്നുണ്ടാവും. ബോർഡ് മാസ് എന്ന് പറഞ്ഞ ഒരു ആശയം നമ്മൾ കണ്ടിരുന്നു. ആക്ച്വലി നമ്മൾ കണ്ടത് വി ബോർഡ് മാസ്. അതിൽ വി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. നോർമലി നമ്മൾ ബോർഡ് മാസ് മാത്രമേ കാണാറുള്ളൂ, കാരണം അതിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരാറുള്ളൂ. പക്ഷേ വി ബോർഡ് മാസ് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പുറത്തേക്കുള്ള ഒരു എക്സാമിലേക്ക് പോവുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ നാഷണൽ ലെവൽ എക്സാമിലേക്ക് പോവുകയാണെങ്കിൽ ആ വിക്കും അവിടെ പ്രസക്തി ഉണ്ടാവാറുണ്ട് പല ക്വസ്റ്റ്യൻസിലും. സോ കാൽക്കുലേഷൻ പാർട്ട് വരുമ്പോഴത്തേക്ക് ആ വിയുടെ ആശയം വരാറുണ്ട്. പക്ഷെ നോർമൽ സിംപ്ലിഫിക്കേഷനിൽ ബോർഡ് മാസം മാത്രം ആണ് ചോദിച്ച് കാണപ്പെടാറുള്ളത്. സോ നമുക്കിനി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ പരിശീലിക്കും. പ്രീവിയസ് ആയിട്ട് ചോദിച്ചതും അല്ലാത്തതും എല്ലാം ഉണ്ടാവും. സോ ഒരു ഫസ്റ്റ് ചോദ്യം, -8 മൈനസ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് -5 + 7 എടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. സോ ഇവിടെ നോക്കിയാൽ മൈനസും പ്ലസും അഡീഷൻ സബ്ട്രാക്ഷൻ മാത്രമുള്ള, പക്ഷെ ഒരു ബ്രാക്കറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ ബോർഡ് മാസ് അതെന്താണെന്ന് വീണ്ടും വിശദീകരിക്കുന്നില്ല. ബ്രാക്കറ്റ് ഉണ്ട്, അഡീഷൻ സബ്ട്രാക്ഷൻ ഉണ്ട്. സോ ഇതിനെ പല രീതി ചെയ്യാം. ഒരു രീതി ബ്രാക്കറ്റിനകത്തുള്ളത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. -5 + 7 ഇൻഡിജേഴ്സ് പൂർണ്ണസംഖ്യകളുടെ ഓപ്പറേഷൻ വന്നു. രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. സോ തമ്മിൽ കുറയ്ക്കുക, വലിയ സംഖ്യയുടെ ചിഹ്നം ഇട്ടുക. വലിയ സംഖ്യ 7 ആണ്, അതിന്റെ ചിഹ്നം പ്ലസ് ആണ്. സോ ഈ ബ്രാക്കറ്റിനകത്തെ ആൻസർ വരാൻ പോകുന്നു. ഇപ്പൊ നമ്മുടെ ചോദ്യ രൂപം ഇങ്ങനെയാവും: -8 മൈനസ് ബ്രാക്കറ്റിനകത്ത് എന്തുണ്ട്, -5 + 7 ചെയ്താൽ 2 കിട്ടും, +2. ഇനി ഈ ബ്രാക്കറ്റ് കളയാന്ന് വെച്ചാൽ ഈ മൈനസിനെ അകത്തേക്ക് ഗുണിക്കുക എന്നർത്ഥം. മൈനസ് എന്ന് വെച്ചാൽ -1 ഉണ്ട് സങ്കല്പിച്ചു. -1 × 2 ചെയ്താൽ എന്ത് കിട്ടും? നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, നെഗറ്റീവ് ആണ്. സോ ഇതിപ്പോൾ നമുക്ക് -8 - 2 എന്നായി. -8 - 2ന്റെ ആൻസർ അറിയാലോ, രണ്ട് സെയിം ചിഹ്നമാണ്, തമ്മിൽ കൂട്ടുക, ചിഹ്നം ഇട്ട് കൊടുക്കുക. കൂട്ടുമ്പോൾ 10 കിട്ടും, ചിഹ്നം നെഗറ്റീവ് ആണ്. സോ -10 ആൻസർ കിട്ടില്ലേ? സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈസിയായ ചോദ്യമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ മൈനസിനെ ആദ്യമേ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ബ്രാക്കറ്റ് കളയാനായിട്ട്. ബ്രാക്കറ്റിനകത്ത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് പോകും. നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചോളൂ. മൈനസിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വരാൻ പോകുന്നത് -(-) സോ ഈ ചോദ്യരൂപം ഇപ്പൊ ഇങ്ങനെയാവും. ഈ ചോദ്യരൂപം നമ്മൾ മൈനസിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അറിഞ്ഞിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ ആവശ്യം വരുന്നുണ്ടാവും. സോ -8 മൈനസ് -5 + 5. ഈ മൈനസ് ചിഹ്നം ഇവർക്ക് രണ്ടുപേർക്കും ബാധകമാണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ കിടക്കുന്നത്. -1 എന്ന് വേണ്ടി സങ്കല്പിച്ചോ. -1 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. -1 × -5 + 5. -(-) പ്ലസ് എന്ത് വരും? -7. സോ -8 + 5 -7. ഇവിടെ നോക്കിയാൽ -8 ഉം 5 രണ്ടും വ്യത്യസ്ത ചിഹ്നമാണ്, തമ്മിൽ കുറയ്ക്കും, വലിയ സംഖ്യയുടെ ചിഹ്നം. വലിയ സംഖ്യ
8 അതിന്റെ ചിഹ്നം മൈനസ് ആണ്. 8 5 കൂടി കുറച്ച 3 കിട്ടും. അപ്പോൾ -3 ഇത്ര ഉത്തരം. ഇതിന്റെ ഉത്തരം -3 കിട്ടും. -3 -7 സെയിം ചിഹ്നം തമ്മിൽ കൂട്ടി 10 ചിഹ്നം ഇട്ട് കൊടുത്തു, മൈനസ് ഇട്ട് കൊടുത്തു. ആൻസർ സെയിം അല്ലേ വന്നു. സോ -10. ഏത് രീതിക്ക് വേണമെങ്കിൽ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റൻ ആണെന്നറിയാം. പക്ഷെ ഇതിലും ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ മാറട്ടെ എന്ന് കരുതിയാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകണം. അടുത്ത നല്ല ചോദ്യമാണ്. 2 ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 5 × 3 - 7 / 2 + 6. സോ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. സോ ബ്രാക്കറ്റ് വന്നതുകൊണ്ട് തന്നെ ബി ഉണ്ടെന്നറിയാം. ബാക്കി നമുക്ക് ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ, അഡീഷൻ ഒക്കെ ഉണ്ട്. സോ ഇവിടെ നമുക്ക് ആദ്യം ബ്രാക്കറ്റിനകത്ത് എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ ഓപ്ഷൻസ് ഇട്ടിട്ടില്ല. നമുക്ക് ബ്രാക്കറ്റിനകത്ത് എന്ത് സംഭവിക്കും നോക്കാം. 2 അവിടെ തന്നെ ഇട്ടിട്ട് 7 / 2 ആയിരിക്കുമല്ലോ ആദ്യമേ ചെയ്യാൻ പോകുന്നത്. 5 × 3 ഉണ്ട്, പിന്നെ പ്ലസും മൈനസും ഉണ്ട്. 5 × 3 ആദ്യം എഴുതിക്കോ 15, ഒരു കുഴപ്പമില്ല. -7 / 2 ഇങ്ങനെ എഴുതിക്കോ 7/2 + 6. ഇനി ചെയ്യാൻ പോകുന്നത് നോർമലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രാക്കറ്റിനകത്തുള്ള ഓപ്പറേഷൻ ചെയ്യും. കാരണം ബ്രാക്കറ്റ് പോകണമെങ്കിൽ അതിന് ബ്രാക്കറ്റിലെ ഓപ്പറേഷൻ ആണല്ലോ. അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. ഈ 2 × എന്നല്ലേ അർത്ഥം. 2നെ ഇങ്ങോട്ട് ഗുണിച്ചു കൊടുക്കുക. നമ്മളിവിടെ മൈനസിന്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തില്ലേ, അത് കാണിച്ചത് ആക്ച്വലി ഈ ഒരു ചോദ്യത്തിൽ ആവശ്യം വരും. അതുകൊണ്ടാണ് 2നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുത്തുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ആൻസർ ഒന്നും മാറാൻ പോകുന്നില്ല. ഇങ്ങനെ ചെയ്താലും 2നെ അകത്തേക്ക് മൾട്ടിപ്ലൈ 2 × 15 30 2 × 15 30 ആയി മൈനസ് ഈ 2 ഈ 3 പേർക്കും ബാധകമാണെന്ന് ഓർത്തണം. ഈ 3 പേരിൽ നിന്നും പൊതുവായ ഘടകം പുറത്തെടുത്ത പോലെയാണ് ശരിക്കും പറഞ്ഞാൽ 2 നമ്മൾ എടുത്തായിട്ടാണ് സങ്കല്പിക്കുന്നത് ഈ ബ്രാക്കറ്റിന് വെളി കിടക്കുമ്പോൾ. സോ ബ്രാക്കറ്റിനകത്തേക്ക് കൊടുക്കുമ്പോൾ ഈ ആൾ എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ 2 × 7/2 മൈനസ് നമ്മൾ ഇട്ടിട്ടുണ്ട് 7/2. അപ്പൊ 2 × 7/2 നോക്കിയോ. 2 × 7/2 7 2 14/2 7 ആണെന്നറിയാം. ഇങ്ങനെ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് 7 തന്നെ കിട്ടും. സോ 30 - 7 പ്ലസ് 2 × 6 എത്ര 12. ഇപ്പൊ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ കൊടുത്തു. ഇനി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ. 30 - 7 എത്ര 23. 23 + 12 എത്ര 35. സോ ഇതിന്റെ ആൻസർ എന്ത് വരും 35 വരുന്നുണ്ടാവും. 35 30 - 7 ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകും 23 12 കൂട്ടിയാൽ 35. ഇനി ഇത് നമ്മൾ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടല്ലേ ചെയ്തത്. അല്ലാണ്ട് ചെയ്താലും സെയിം തന്നെ കിട്ടും. സംശയം ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇവിടെ 7/2 ഫ്രാക്ഷൻ ഉണ്ട്. ഇത് ആക്ച്വലി നമ്പേഴ്സാ. 15 ഇവിടെ +6 15 + 6 21. 15 + 6 21 അല്ലേ. അപ്പൊ ഇതിന്റെ ഉത്തരം ഇത് രണ്ടും കൂടി നമുക്ക് 21 കിട്ടും. -7/2 അല്ലേ. LCM എടുക്കുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 21 × 2 42. 42 - 7 35. സോ ഈ ബ്രാക്കറ്റിനകത്ത് 35/2 വരും. 35/2. ബ്രാക്കറ്റിന് പുറത്തുനിന്നുണ്ട് 2 ഉണ്ട്. 2 × 35/2 2 × 35/2 ഈ 2ഉം 2ഉം വെട്ടിക്കളയാം. കാരണം മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്നതുകൊണ്ട് താഴെയും മുകളിലുമായിട്ടാണ് ഈ സംഖ്യ കിടക്കുന്നതുകൊണ്ട് നമുക്ക് വെട്ടിക്കളയാം. ആൻസർ 35 വന്നില്ലേ. ഈ ആൻസർ 35 കിട്ടിയേ. സോ ഏത് രീതി ചെയ്താലും കുഴപ്പമില്ല. സോ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈ പുറത്തുള്ള സാധനം ബ്രാക്കറ്റിനകത്തേക്ക് ഗുണിച്ചു കൊടുക്കാതെ, പക്ഷെ എല്ലാവർക്കും ബാധകമാണെന്ന് ഓർത്തോണം. അങ്ങനെയൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം 8 × 45 / 6 of 3 - 12. സോ ഇവിടെ നമുക്ക് ഓഫ് വന്നിട്ടുണ്ട്. BO ബോർഡ് മാസിൽ BO ഉണ്ട്. അതിൽ ഓഫ് വന്നിട്ടുണ്ട്. ബ്രാക്കറ്റ് ഇവിടെ ഇല്ല. ബാക്കി ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ സബ്ട്രാക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. സോ ആദ്യമേ എന്ത് ചെയ്യുന്നത് ഇവരെ അങ്ങ് ചെയ്യാം. 6 of 3 18 ആണ്. സോ ഈ ചോദ്യം ഇപ്പൊ 8 × 45 / 18 - 12 ആയി. ഇനി 45 / 18 ആണ് ചെയ്യേണ്ടത്. അത് ഇങ്ങനെ ചെയ്ത് നോക്കാൻ പോകണ്ട. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 8 × 45 / 18 - 12 ശരിയല്ലേ. /18 ഇങ്ങനെ എഴുതിയാലും പോരെ. × 1/18 ചെയ്തു മറിച്ചിട്ട് കുടിച്ചു. അതാണ് ഇത് 45/18. ഇനി എന്ത് ചെയ്യും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് 18 കൊണ്ട് ഇങ്ങനെ ഹരിച്ചു നോക്കും. എന്നിട്ട് 12 കുറയ്ക്കാൻ നോക്കും. വേണ്ടേ, എന്തിനാ അത്രയും രീതിക്കൊക്കെ പോകുന്നത്? എന്തിനാ വെറുതെ അത്ര മഷി നമ്മൾ കളയാൻ പോകുന്നത്? ടൈമിൽ കളയും. ഇനിയാണ് വെട്ടിച്ചെറുതാക്കുന്നതിന്റെ ആശയം വരുന്നത്. സോ ഇവിടെ നോക്കിയാൽ 45 18 നോക്കി എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഡിവിസിബിലിറ്റി റൂൾസ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ. 45 18 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ത് വേണമെങ്കിലും കൊണ്ടുപോവാ. 9ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ. 9ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ രണ്ടും. സോ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയാം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെട്ടിച്ചെറുതാക്കിയാൽ ഇവിടെ നമുക്ക് 5 വരും, ഇവിടെ നമുക്ക് 2 വരും. ശരിയല്ലേ. 9 2s are 18 9 5s are 45. ഇനി നമുക്കുള്ളത് ഇനി ഇത് ഗുണിച്ചിട്ട് ഹരിക്കും എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് നോക്കിയാൽ 8ഉം 2ഉം നോക്കി ഇത് ന്യൂമറേറ്ററിലാണെന്ന് ഓർത്തുണ്ട്. താഴെ 1 വേണമെങ്കിൽ കണ്ടോ, കുഴപ്പമില്ല. ന്യൂമറേറ്ററിലാണ് 8 ഡിനോമിനേറ്ററിലാണ്. സോ 8 / 2 ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. സോ 4 വരും. ഇനി എന്തുണ്ട് ഇവിടെ 4 × 5 അല്ലേ ഉള്ളൂ. 4 × 5 എത്രയാ? 4 × 5 20. 20 - 12 ആൻസർ 8. ആൻസർ എത്രയാ? 8. സിമ്പിൾ അല്ലേ. സോ ബോർഡ് മാസിൽ നമുക്ക് ബോർഡ് മാസിന്റെ റൂൾ ഉണ്ടെന്ന് ശരിയാണ്, പക്ഷെ പല രീതിയിൽ ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെ ആണ് ശ്രദ്ധിക്കേണ്ടത്. കാൽക്കുലേഷൻ പാർട്ട് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യാറുള്ള 45നെ 18 കൊണ്ടൊക്കെ ചിലപ്പോൾ ഹരിക്കാൻ നോക്കും. സോ അവിടെ നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉത്തരം വരും. എന്നിട്ട് 8 കൊണ്ട് ഗുണിക്കാൻ നോക്കും. എന്നിട്ട് 12 കുറയ്ക്കും. കുഴപ്പമൊന്നുമില്ല. ഹരണമൊക്കെ കറക്റ്റായിട്ട് ഗുണനമൊക്കെ കറക്റ്റായിട്ടോ ചെയ്തിരിക്കുന്നെങ്കിൽ ആൻസർ ഇത് തന്നെ കിട്ടും. പക്ഷേ സമയം
കുറെ എടുക്കുന്നുണ്ടാവും. സോ ഇങ്ങനെ വെട്ടിച്ചെറുതാക്കുന്ന ആശയം അറിയില്ല എന്നാണെങ്കിൽ പരിശീലിക്കുക. നമ്മൾ നേരത്തെയും 1-2 കേസുകൾ കണ്ടിട്ടുണ്ട് വെട്ടിച്ചെറുതാക്കുന്നത്. ഒരു ഭിന്നത്തിന്റെ തുല്യ ഭിന്ന രൂപം എഴുതുന്നത് വെട്ടിച്ചെറുതാക്കുന്നതാണ്. ഇതും വെട്ടിച്ചെറുതാക്കുക. ഇനിയും വരുന്നുണ്ടാവും 2-3 ചോദ്യങ്ങൾ കൂടി ചെറുതാക്കുന്ന കേസ്. അതിൽ നിന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഒരു സെഷൻ വേറെ ചെയ്യാം. ഇപ്പൊ തൽക്കാലം വെട്ടിച്ചെറുതാക്കുന്ന മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ചോദ്യം 3 × 3 - 3 / 3 × 3 / 3 - 3. നല്ലൊരു ചോദ്യമാണല്ലേ. മുഴുവൻ 3യുടെ കളി മാത്രമേ ഉള്ളൂ. 3 × 3 - 3 / 3 × 3 / 3 - 3. ബോർഡ് മാസ് എന്ന ആശയം മനസ്സിലുണ്ടെങ്കിൽ ഇതും കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. സോ ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. സോ ഇത് നോക്കിയാൽ ഓർഡർ അനുസരിച്ച് നമുക്കറിയാം. ആദ്യമേ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിവിഷൻ പാർട്ടാണ്. സോ നോക്കിയാൽ ഇവരെ നോക്കുക. 3 / 3 1 അല്ലേ. നെക്സ്റ്റ് ഈ 3 / 3 1 അല്ലേ. അവർ തമ്മിൽ ചെയ്യേണ്ടത് എന്താണ്? 1 × 1 ശരിയല്ലേ. ഇത് 1 ഉണ്ട് 1 × 1. സോ ഇവിടെ നമുക്ക് ഇത്രയും ഭാഗത്തിന്റെ ആൻസർ 1 കിട്ടും. നെക്സ്റ്റ് ഇനിയുള്ള 3 × 3 എത്രയാ? 9. 3 3s are 9. ബാക്കി മൈനസ് ചിഹ്നം അവിടെ തന്നെ ഉണ്ട്. ആ മൈനസ് ഇട്ട് കൊടുക്കുക. 1 - 3. സോ 9 - 1 എത്രയാ? 8. 8 - 3 5. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടുന്നുണ്ടാവും. സോ 5 ആണ് ഇവിടുത്തെ ആൻസർ. ഈസി അല്ലേ? ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 32 × 5 + 72 / 18 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 12 + 48 / 3 ബ്രാക്കറ്റ് ക്ലോസ്. സോ ഇവിടെ കുറച്ച് വലിയ നമ്പേഴ്സ് ഉണ്ട്. കൂടാതെ നമുക്ക് ബ്രാക്കറ്റ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. ഓഫ് ഒഴികെ എല്ലാം വന്നിട്ടുണ്ട്. സോ ഇവിടെയും നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ ബോർഡ് മാസ് എന്ന ആശയം മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. അപ്പൊ അതനുസരിച്ച് ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വരും. ബ്രാക്കറ്റിനകത്തുള്ള ഓപ്പറേഷൻ അവിടെ ഇരുന്നോട്ടെ, ബ്രാക്കറ്റ് അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കിപ്പോവാം. 32 × 5 നമ്മൾ കൂട്ടാണ്ടിരുന്നാൽ മതി. 32 × 5 കൂട്ടാ 5 + 72 എന്ന് ഇപ്പം എടുക്കരുത്. 32 × 5 ആദ്യം ചെയ്യുക. എത്രയാ? 32 × 5 ചെയ്യാനായിട്ട് 160. ആൻസർ എങ്ങനെയാന്ന് ചോദിച്ചാൽ 5 കൊണ്ട് ഏത് സംഖ്യ ഗുണിക്കണമെങ്കിൽ ഒരു കേട്ടിട്ടുണ്ടാവും. 10/2 10ന്റെ പകുതിയല്ലേ 5. സോ അതിന്റെ അർത്ഥം 10 കൊണ്ട് ഗുണിച്ചതിന് ശേഷം അതിന്റെ പകുതി എടുത്താൽ മതി. 10 കൊണ്ട് ഗുണിച്ചിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി. 5 കൊണ്ട് ഏത് സംഖ്യയെ ഗുണിക്കാൻ പറഞ്ഞാലും ആ സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കുക, അതിന്റെ പകുതി എടുക്കുക. 32നെ 10 കൊണ്ട് ഗുണിച്ചാൽ 320 കിട്ടും. ശരിയല്ലേ? 320ന്റെ പകുതി അതങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചാൽ 32ന്റെ പകുതി അറിയാമെങ്കിൽ ഈസി ആയിട്ട് എഴുതാം. 32ന്റെ പകുതി 16 അല്ലേ. സോ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ പോരെ. 320 ഉള്ളപ്പോൾ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 16 കഴിഞ്ഞാൽ ഒരു 0 കൂടി ഇട്ടാൽ മതി. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 160 കിട്ടും. 72 / 14 72 / 18 4 ആണ്. ആക്ച്വലി 18ന്റെ ഇരട്ടി 18 × 2 എത്രയാ? 36 ആണ്. നമുക്ക് 72 അല്ലേ വേണ്ട. ഇതിന്റെ ഇരട്ടിയാണ് 72 എന്ന് അറിയാലോ. 36ന്റെ ഇരട്ടി 72. അതിന്റെ അർത്ഥം ഇവിടെ ഒരു 2 കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പം 18 × 4 ആണ് 72. സോ 72 / 18 ചെയ്താലോ 4 കിട്ടും. 4 വട്ടം പോവും. സോ ഇവിടെ നമുക്ക് 4 വന്നു. അടുത്ത ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റിനകത്ത് ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ ബ്രാക്കറ്റിനകത്ത് ആദ്യം ഡിവിഷൻ ചെയ്യണം. 48 / 3 48നെ 3 കൊണ്ട് വരച്ചാൽ കിട്ടാൻ പോകുന്നത് 16 ആണ്. 48 / 3 16 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 3 × 16 16 3s are 48 ആണ്. ഇത് 16 + 12 എത്രയാ? 28. സോ ബ്രാക്കറ്റിനകത്ത് നമുക്ക് 28 ഉണ്ട്. ഇനി ബ്രാക്കറ്റ് കളഞ്ഞാൽ ഇവിടെ മൈനസ് ഉണ്ടല്ലോ. ആ മൈനസ് ഇവർക്ക് ബാധകമാവും. ഇവിടെ പ്ലസ് ഉണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ സംഭവം. 164 164 164 28 കുറയ്ക്കണം. 164 20 കുറച്ചാൽ എത്രയാ? 164 20 കുറച്ചാൽ എത്രയാ? 144. വീണ്ടും 4 കുറച്ചാൽ 140. അവിടെ 4 കുറച്ചാൽ 136. എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 164 164 അവിടെ നമ്മൾ 24 വേണേൽ ഒറ്റയടിക്ക് കുറയ്ക്കാം. അപ്പൊ നമുക്ക് 140 കിട്ടും. 140 ഒരു 4 കൂടി കുറച്ചാൽ 28 കുറവ്. ഒരു 4 കൂടി കുറച്ചാൽ 136. പല രീതിയിൽ ചെയ്യാൻ കേട്ടോ. ചിലപ്പോൾ ഇതിനേക്കാൾ എളുപ്പം നമുക്ക് നേരിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്ത് കുഴപ്പമില്ല. പക്ഷെ ആൻസറിലേക്ക് എത്തിയാൽ മതി. 136 ആണ് ഇവിടുത്തെ ആൻസർ. 136. ചെയ്യേണ്ട രീതി മനസ്സിലായാലോ. സോ ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ, ബ്രാക്കറ്റിലെ ഓപ്പറേഷൻ നമ്മൾ ചെയ്ത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തില്ലല്ലോ. ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഉള്ള ചെയ്തു, ഡിവിഷൻ ഉള്ള ചെയ്തു, സെപ്പറേറ്റ് വെച്ചു. അതിന് ശേഷമാണ് ബാക്കി നമ്മൾ പ്ലസും മൈനസും ഒക്കെ ചെയ്യാൻ പോയത്. സോ ഏത് രീതിക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. ഇവിടുന്ന് ആദ്യം തുടങ്ങിയോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനെ കൂടെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ചെയ്ത് പോയിന്നുള്ളൂ. അങ്ങനെയും ചെയ്യാമെന്ന് കാണിക്കാനായിട്ട്. സോ അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഫ്രാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാൻ പറ്റുന്ന ചോദ്യമാണ്. 48 - 12 × 3 + 9 ഹോൾ ഡിവൈഡ് ബൈ 10 - 3 ഡിവൈഡ് ബൈ 3. ബോർഡ് മാസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഫ്രാക്ഷനകത്ത് ഒരു ഫ്രാക്ഷൻ പോലെ വന്നിട്ട് അതിനകത്ത് ഈ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ വന്നാൽ ചെയ്യുന്നതാണിത്. സോ ഇവിടെ ഏറ്റവും ആദ്യമേ നമ്മൾ മുകളിലത്തെ ഭാഗം നോക്കാൻ വേണ്ടി താഴത്തേക്ക് പോകാം. മുകളിൽ നോക്കിയാൽ
12 × 3 ഉണ്ട് ശരിയല്ലേ? 12 × 3 36 ആണ്. 12 3 36. സോ 48 അവിടെ തന്നെ ഇരിക്കട്ടെ. -36 + 9 ഇങ്ങനെ എഴുതാലോ. ഡിവൈഡ് ബൈ താഴെ നോക്കുക. ഇനി താഴത്തേക്ക് നമുക്ക് നോക്കാം. 9 ഉണ്ട്, 3 ഉണ്ട്, 10 ഉണ്ട്. ഇവിടെ ഡിവിഷൻ ഉണ്ട്. ആദ്യമേ ഡിവൈഡ് ചെയ്യും. 9 ഡിവൈഡ് ബൈ 3 ചിഹ്നം അവിടെ കിടന്നോട്ടെ. 9 ഡിവൈഡ് ബൈ 3 3. സോ 10 ഇവിടെ ഉണ്ട്. 10 - 3. ഇനിയിപ്പോൾ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. 48 നിന്ന് 36 കുറച്ചാൽ 12 വരും. 48 നിന്ന് 36 കുറച്ചാൽ 12 വരും. 12 9 കൂട്ടിയാൽ 21 വരും. ഡിവൈഡ് ബൈ 10 - 3 7. 21/7 ആൻസർ 3 ഇത്രയേ ഉള്ളൂ. കാണുമ്പോൾ നമുക്ക് ചോദ്യം എന്തോ പോലെയൊക്കെ തോന്നുമെങ്കിലും ആൻസറിലേക്ക് വരുമ്പോൾ സോൾവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഈസിയാണെന്ന് മനസ്സിലാവുന്നുണ്ടാവും. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടെന്നൊക്കെ സാറിന് പറയാറില്ലേ. മാത്സിൽ എന്തായാലും ഏതൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അയ്യോ ഇത്രയേ ഉള്ളായിരുന്നോ എന്നൊക്കെ ചില സമയങ്ങളിൽ തോന്നുന്നത്. പക്ഷെ അങ്ങനെ തോന്നണമെങ്കിൽ സൊല്യൂഷനിലേക്ക് ഇറങ്ങി ചെല്ലണം. അങ്ങനെ ഇറങ്ങി ചെല്ലണമെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നുള്ള ആശയം മനസ്സിലുണ്ടാവണം. സോ ആശയം സ്ട്രോങ് ആക്കുക. ബോർഡ് മാസ് ഈസിയായ ടോപ്പിക്കാണ്. സാധാരണ ഒരുവിധം എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യമെങ്കിലും ചോദിക്കാറുണ്ട്. അപൂർവമേ ഉള്ളൂ ചോദിക്കാതിരുന്നിട്ടുള്ളൂ. LGS ഒക്കെ ആണെങ്കിൽ ഉറപ്പിച്ചു ഇതിൽ നിന്ന് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. സോ ഇനിയും പ്രതീക്ഷിക്കാം LGS ചോദിക്കുന്നുള്ളത്. ബാക്കി ഏത് പരീക്ഷ എടുത്താലും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അപൂർവം കേസിലേ ഉള്ളൂ ചോദിക്കാതിരുന്നിട്ടുള്ളൂ. പക്ഷെ LGSലൊക്കെ ഒരിക്കലും എല്ലാ എക്സാംസിലും LGSൽ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നി. ബോർഡ് മാസ് ഈസിയാണ്. ആശയം മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. കാൽക്കുലേഷൻ ശ്രദ്ധിക്കണം. കാൽക്കുലേഷൻസ് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ തെറ്റത്തില്ല. അല്ലെങ്കിൽ ആണ് ഈ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒന്നും നമുക്ക് തെറ്റുന്നത്. അത് ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കണം. അതിനുവേണ്ടി ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ബോർഡ് മാസിലെ ചോദ്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും.